السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സഹപാഠികളെ, സ്നേഹിതരെ, 74ാമത്തെ ജമ്മിന്റെ ക്ലാസ്. വിഷയം അൽ ഖവാദിഹു. അൽ ഖവാദിഹു ഐ ഹാദ മബ്ഹസുഹ. ഖവാദിഹുകൾ അഥവാ ഇല്ലത്തിൽ വരുന്നതായ മോശങ്ങളെ ചർച്ച ചെയ്യാം. ആ ഒരു ചർച്ചാ വിഷയമാണ് ഇതിലുള്ളത്. വഹിയ ഖവാദിഹ് എന്ന് പറഞ്ഞാൽ മാ യഖ്ദു ഫി ദലീലി മിൻ ഹൈസിൽ ഇല്ലത്തു ഔ ഗൈറുഹ. ഇല്ലത്തി എന്ന നിലപാടിലൂടെയോ ഇല്ലത്ത് അല്ലാത്ത നിലപാടിലൂടെയോ ലക്ഷ്യത്തിൽ മോശമായി കാണുന്ന ഒന്ന്, അതിന് പറയുന്ന പേരാണ് ഖവാദിഹ് എന്ന്. മിൻഹ, ആ മോശമായ ഖവാദിഹുകളിൽപ്പെട്ടതാണ് തഖല്ലുബുൽ ഹുക്മി അനിൽ ഇല്ലത്തി. ഇല്ലത്തിനെയും വിട്ട് ഹുക്മ് പിന്തുക. ഇല്ലത്ത് ഇവിടെ ഉണ്ട്, പക്ഷെ ഹുക്മ് കാണുന്നില്ല, ഹുക്മ് പിന്തിപ്പോവുക. ഇല്ലത്തിനെയും വിട്ട് ഹുക്മ് പിന്തുക എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം? ബിഅൻവുജിദത്ത്, ഇവിടെ ഇല്ലത്തുണ്ട്. ഫി സൂറത്തിൻ, ഒരു രൂപത്തിൽ. മസലൻ, സൂറത്ത് തന്നെ ഒന്നാണ്, അഞ്ഞിപ്പോ രണ്ടാവാം മൂന്നാവാം, എത്ര സൂറത്തായാലും വേണ്ടില്ല, ഒരു സൂറത്തിൽ ഇല്ലത്തുണ്ട്. ഇവിടെ ബിദൂൻ ഹുക്മി, ഹുക്മില്ല. അപ്പൊ ഹുക്മ് ഇല്ലാതെ സൂറത്തിൽ ഇല്ലത്ത് കാണുന്നുണ്ട്. അപ്പൊ പറയാലോ ഇല്ലത്തിനെയും വിട്ട് ഹുക്മ് പിന്തി എന്നുള്ളത്. ഇപ്പറഞ്ഞത് വിഫാഖൽ ലിശാഫിഈ, ഇല്ലത്തിനെയും വിട്ട് ഹുക്മ് പിന്തുക എന്നുള്ളത് ഖവാദിഹാണ് ഇല്ലത്തില് ലക്ഷ്യമാക്കുന്നതെന്ന് പറഞ്ഞു. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനോട് യോജിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. ഈ അന്നഹു ഖാദിഹും ബിൽ ഇല്ലത്തി, ഇല്ലത്താവുക എന്ന വിഷയത്തിൽ ഹുക്മ് പിന്തി വരൽ ഖാദിഹാണെന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്. വസമ്മാഹു നഖ്ല, അങ്ങനെ തഖല്ലുഫായി ഹുക്മ് തഖല്ലുഫായി വരുന്നതിന് ബഹുമാനപ്പെട്ട ഒരു പേരും പറഞ്ഞിട്ടുണ്ട്, നഖ്ല് എന്നാണ്. നഖ്ല് എന്ന് പൊളിച്ചുവിടാന്നല്ലേ, പറ്റൂലെങ്കിനെ പൊളിക്കലല്ല അവിടെ ഉണ്ടാകാം. എങ്കിൽ നമുക്ക് ഇതിന് വിരുദ്ധമായി പറയുന്ന ആളുകൾ ആരൊക്കെയെന്ന് നോക്കാം. വഖാലത്തിൽ ഹനഫിയ്യത്തു, ഹനഫിയാക്കൾ പറഞ്ഞു ലാ യഖ്ദു ഫീഹ, ഹുക്മ് തഖല്ലുഫായി എന്നതുകൊണ്ട് ഇല്ലത്താവുന്ന വിഷയത്തിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമല്ല എന്ന് അവരുടെ അഭിപ്രായം. അവരതിന് പേര് വെക്കുന്നതായിരിക്കും സമ്മൗഹു. ഹനഫിയാക്കൾ ഇങ്ങനെ പറയപ്പെട്ടൊരു തഖല്ലുഫ് ഉണ്ടാവുമല്ലോ, ഹുക്മ് ഇല്ലത്തിനെ തൊട്ട് പിന്തുണാണല്ലോ, അതിനവർ പേര് വെച്ചത് തഖ്സീസൽ ഇല്ലത്തി എന്നാ. അത് ഇല്ലത്തിനെ എന്താക്കി, ഈ രൂപത്തിൽ ഇല്ലത്തുണ്ടല്ലോ, അങ്ങനത്തെ ഒന്നുകൊണ്ട് ആ ഇല്ലത്തിനെ പ്രത്യേകമാക്കിയതിന് പറയാനുള്ളൂ, വേറെപ്പന്ത് മോശം ഇവിടെ പറയാൻ എന്ന് ഹനഫിയാക്കൾ. അതിനെതിരെ വക്കീല പറയപ്പെട്ടിട്ടുണ്ട് മൂന്നാമത്തെ അഭിപ്രായം നോക്കുക. ലാ യഖ്ദു, മോശം എന്ന് പറയാനൊന്നും ഇവിടല്ല. അതിനു മുമ്പ് നമുക്കൊരു ഉദാഹരണം നോക്കാലാ. എന്താ അറിയോ, തഖല്ലുബുൽ മദ്കൂറിന് എന്താ പറഞ്ഞു? തഖ്സീസുൽ ഇല്ലത്ത് എന്നല്ലേ ഒരു പേര് വെച്ചത്. ഒരു ഉദാഹരണം പറയാം. ഇവിടെ ലക്ഷ്യം സ്ഥാപിക്കുവാൻ വേണ്ടി വന്ന ഒരാള്, അതായത് പലിശ ഹറാമാണ്, അവര് വെച്ചത് പലിശ ഹറാമാണെന്ന് ഇല്ലത്ത് വെച്ച് തുഴമാണ്. ഈ പറയപ്പെട്ട തുഴമാണ് എങ്കിൽ റുമ്മാനിൽ ഉണ്ട് താൻ. അപ്പോ റുമ്മാനിൽ തുഴമുണ്ടായിരിക്കെ തുഴമാണ് ഇല്ലത്ത് പലിശ വരൽ ഹറാം എന്നതിന് മുസ്തദിലിനോട് മുഅ്തരിദ് പറയെന്താ, വലൈസ ബി റിബവിയൻ, റുമ്മാനിലെ തുഴമുണ്ടായിരിക്കെ റുമ്മാൻ റിബവി അല്ലതാണ്. നാലം യഖുൻ ഖൗലുൽ മദ്കൂറു, ഈ പറയപ്പെട്ടത് ഹനഫിയാക്കളുടെ അടുക്കൽ എന്തല്ല, ഖാദിഹല്ല. പറയപ്പെട്ട ഇല്ലത്ത് റുമ്മാനിൽ ഉണ്ടാവുക എന്ന് വെച്ചാൽ അത് മുഖസ്വസത്തുൻ ലഹ ബിമാ വുജിദ ഫീഹി ഗൈറു റുമ്മാൻ,
ഏതൊന്നിലാണോ ആ പറയപ്പെട്ട ഇല്ലത്ത് എന്ന് പറഞ്ഞാല് തുഴമ്, ആ ഇല്ലത്ത് എത്തിക്കപ്പെട്ടത് ഏതൊന്നുകൊണ്ടാണോ അതിനെ പ്രത്യേകമാക്കി. അത് റുമാനല്ലാത്ത ഒന്നാണ്. അപ്പൊ പറയപ്പെട്ടതുപോലെയായി തുഴമ് ഇല്ലത്താവുക എന്നുള്ള റൊമ്മാനിൽ ഒഴികെ റൊമ്മാൻ ഇല്ലത്തതല്ല എന്നാണ് മുഅ്തരിദ് മുസ്തദിലിനോട് പറഞ്ഞു കൊണ്ടുവരുന്നത്. അതൊരു ഉദാഹരണം. അപ്പൊ ഹനഫിയാക്കള് ഇല്ലത്തിന് തഖ്സീസുൽ ഇല്ലത്ത് എന്ന് പേര് വെച്ചു, തഖല്ലുഫുൽ ഹുക്മിന്. അതിന് പറഞ്ഞ ഉദാഹരണമാണത്. ഇനി വേറെ കീല പറയുന്നു മോശമൊന്നുമില്ല ഫിൽ ഇല്ലത്തിൽ മുസ്തംബാത്വത്തി, മൻസൂസത്തായ ഇല്ലത്തിലാണ് കുഴപ്പം. മുസ്തംബത്വത്തായി, അതായത് ഗവേഷണം ചെയ്തെടുക്കുന്ന ഇല്ലത്തുണ്ട്, അത്തരം ഇല്ലത്തുകളൊന്നും മോശമായി പറയാനൊന്നുമില്ല. കാരണം അന്ന ദലീലഹ, ഈ ഇസ്തിംബാത്ത് ചെയ്തിട്ട് കിട്ടുന്ന ആ ഇല്ലത്തിന്റെ ദലീല് ഇഖ്തിറാനുൽ ഹുക്മി ബിഹ, ഇല്ലത്തിനോട് ഹുക്മ അന്വരിക്കുക എന്നുള്ളതാണ്. വലാ വുജൂദ ലഹു, ഹുക്മ് ഇല്ലത്തിനോട് അന്വരിക്കൽ എന്നതിന് എന്തില്ല, ഒരു വുജൂദില്ലല്ലോ. എവിടെ? ഈ സൂറത്തി തഖല്ലുഫി, ഇല്ലത്തിനെയും വിട്ട് ഹുക്മ് പിന്തി എന്ന ആ സൂറത്തിൽ ഇല്ലത്തിനോട് ഹുക്മ് അന്വരിക്കുന്നൊരു വുജൂദേ ഇവിടെ വരുന്നില്ലല്ലോ. അപ്പൊ വലായദുല്ലു അലൽ ഇല്ലിയത്തി ബിഹ, അപ്പൊ ഹുക്മ് തഖല്ലുഫായി പിന്തി വന്നു എന്ന രൂപത്തിൽ ഇല്ലത്തിന്റെ മേലെ അറിയിക്കുന്ന പരിപാടി ഇവിടെ ഇല്ലതാനും. അതുകൊണ്ടാണല്ലോ മുസ്തംബത്തായ ഇല്ലത്തിൽ മോശമില്ല എന്ന് പറയുന്നത്. ബിഖിലാഫിൽ മൻസൂസത്തി, നസ്വാക്കപ്പെട്ടതായ ഇല്ലത്തിൽ ഖദ്ഹുണ്ട്, അത് ഖാദിഹാണ്. ഇങ്ങനെ ഫഇന്ന ദലീലഹ, മൻസൂസത്തായ ഇല്ലത്തിന്റെ ദലീൽ നസ്സാണ്. എങ്ങനത്തെ നസ്? അശ്ശാമിലു ലി സൂറത്തി തഖല്ലുഫി, ഹുക്മ് പിന്തുക എന്ന സൂറത്തിനെ ഉൾപ്പെടുത്തുന്ന ഒരു നസ്സാണ് മൻസൂസത്തായ ഇല്ലത്തിന്റെ ദലീല്. ഇവിടെ ഹുക്മ് പിന്തിയാലോ, അപ്പൊ അതിനെ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ നസ് എന്നുള്ളതാണ് അതിന്റെ ദലീല്. അപ്പോ അത് ഖാദിഹാണ്, മുസ്തംബത്വത്തിൽ ഖാദിഹില്ലതാണ്. വന്ദിഫാഉൽ ഹുക്ം ഫീഹ, പിന്നെ ഇവിടെ ഹുക്മിനെ കാണുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലേ, അതിൽ ഹുക്ം ഇല്ലാതെയാവുന്നത് ഏതിൽ? ഈ സൂറത്തിൽ ഹുക്ം ഇല്ല. ആ സൂറത്തിൽ നസ് ഉൾപ്പെടുത്തുമ്പോ ആ സൂറത്തിൽ ഹുക്ം ഇല്ലല്ലോ. ആ ഹുക്മില്ല എന്ന് വരുമ്പോ യുബ്തിലുഹു, അവിടെ ആ നസ്സിനെ ആ ഹുക്ം ഇല്ല എന്നുള്ള ബാത്തിലാക്കിയില്ലേ. എന്തുകൊണ്ട്? എങ്ങനെയപ്പോ ബാത്തിലാക്കണ്? യൂഖിഫഹു അൽ അമൽ ബിഹി, ആ നസ് കൊണ്ട് ഇവിടെ അമൽ ചെയ്യല്ല, തൊട്ടവിടെ നിർത്തി, പളമ ചെയ്യണില്ല. അങ്ങനെ വരുമ്പോ ഹുക്ം നസ്സിനെ ബാത്തിലാക്കിയില്ലേ. അതുകൊണ്ടാണ് മൻസൂസത്തിനെതിരെ എന്ന് പറഞ്ഞത്. അതാണ് മൻസൂസത്തിനെതിരായത്. അപ്പൊ അതോടെ ഇല്ലിയത്ത് അറിയിക്കുന്നു എന്നിവിടെ ഇല്ലതാനും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ അമൽ ചെയ്യപ്പെടുന്നില്ല. റാജിയാക്കുന്ന ഒന്ന് എത്തിക്കപ്പെടുന്നവരെ അമൽ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ബാത്തിലാക്കാതിന്റെ ഉദ്ദേശം ഇൽഗാക്കുക എന്നതല്ല, ബാത്തിലാക്കൽ തന്നെ. അപ്പൊ റാജിയാക്കുന്ന ഒന്ന് കിട്ടുന്നവരോട് അമലില്ല നിശ്ചയിറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് മൻസൂസത്തായ ഇല്ലത്തിനെതിരെ ഇവിടെ പറയാൻ കാരണം. വൽ അനഫിയത്തു, ഇവിടെ അനഫിയാക്കൾ പറയാ തഖൂലു യുഖസ്സിസുഹു, ആ തഖല്ലുബിന്, അതായത് ഇല്ലത്തിന് തഖ്സീസാക്കുന്നല്ലേ പറയാനുള്ള. നസ്സിനെ തഖ്സീസാക്കുന്ന ഒന്നല്ലേ ഉള്ളൂ, അല്ലാതെ ഖാദിഹ എന്ന് പറയാൻ നിൽക്കേണ്ടതാണ്. ഈ കീലക്കൊരു മറുപടി കൊടുക്കണം. ഓ യുജാബു, കൊടുക്കപ്പെടും മറുപടി. അന്തരിൽ മുസ്തംബത്തി, ഇസ്തിംബാത്തിന്റെ ലക്ഷ്യത്തെ തൊട്ട് കുറിച്ച് സംസാരിച്ചല്ലോ, അതിന്റെ ദലീലെ തൊട്ട് മറുപടി എങ്ങനെ കൊടുക്കണേ? ഓല് പറഞ്ഞ ദലീൽ ഇപ്പൊ എന്താ? അവിടെ ഇസ്തിംബാത്തിന്റെ ദലീല് ഹുക്മ് ഇല്ലത്തുമായി അന്വരിച്ചു വരിക. അങ്ങനെ അന്വരിക്കുക എന്നതിന് ഹുക്മ് പിന്തി വരുന്ന രൂപത്തിൽ വുജൂദില്ല. അപ്പൊ പിന്നെന്താണ്? വുജൂദില്ലാതിരിക്കുമ്പോൾ ആ തഖല്ലുബ് ഇത് ഈ സൂറത്തിൽ ഇല്ലത്തിന്റെ മേൽ അവിടെ അറിയിക്കലും വരുന്നില്ലല്ലോ. അപ്പൊ ഈ ഇഖ്തിറാന് അറിയിക്കലും വരുന്നില്ല എന്നാ പറഞ്ഞത്. അതിനാണ് ഇവിടെ മറുപടി. ബി അന്ന ഇഖ്തിറാൻ ഹുക്മി ബിൽ വസ്ഫി, വസ്ഫിനോട് ഹുക്മ് അന്വരിക്കുക എന്നുള്ളത് യദുല്ലു അറിയിക്കുന്നുണ്ടല്ലോ അലാ ഇല്ലിയത്തി ബിജമീ സുവരിഹി,
അതിന്റെ എല്ലാ രൂപങ്ങളിലും അത് ഇല്ലത്താണ് എന്നതിന്റെ മേൽ അറിയിക്കുന്നുണ്ടല്ലോ. ഏതുപോലെ കദരിൽ മൻസൂസത്തെ നസ്സാക്കപ്പെട്ടതിന്റെ ഇല്ലത്തായി വരുമ്പോൾ അതിന്റെ ദലീൽ എന്താണോ അതുപോലെ എല്ലാത്തിലും അതും ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങൾ അതിലില്ല എന്ന് പറഞ്ഞപ്പോ എങ്ങനെ അതിന്റെ മറുപടി കൊടുത്ത് അവിടെ ഇട്ടു. ഇനി വേറെ ഇനി നമ്മക്കൂടെ പറയാനുള്ള മറുപടി എന്താ പറയുക? വേറെ കീല പറയുന്നത് ഇതിന്റെ നേരെതിരാ പോലും പറഞ്ഞു. വക്കീല അക്സുഹു അതിന്റെ നേരെതിര് പറയുന്നു. എന്താ നേരെതിര് പറയണത്? ലാ യഖ്ദൂഫിൽ മൻസൂസത്തി നസ്സാക്കപ്പെട്ടതായ കാര്യത്തിൽ ഖാദിഹില്ല. വയഖ്ദൂഫിൽ മുസ്തംബാത്തി ഇസ്തിംബാത്ത് ചെയ്തെടുക്കുന്നതിന് എന്തുണ്ട്? ഖാദിഹുണ്ട്, ഖദ്ഹാണെന്ന് പറയുന്നു. അതാണ് അക്സ്. ന്യായം അതിനെ ഷർആക്കി കൊണ്ടുവരുന്ന ഷാരി അയുദ്ദീക്കൽ ആമ, അതിന് ആമിനെ പറയാ ഷാരി ആദ്യം. നുഡുവ യുരീദ ബഅലഹു ആമിൽ നിന്ന് ബഅൽ ഉദ്ദേശിക്കുകയും ചെയ്യുക. മുഅഖിറൻ ബയാനഹു ആ ബഅലിനെ വിശദീകരിക്കുക. അതായത് ആമിനെ എന്താണോ അതിൽ നിന്ന് പുറപ്പെടുന്ന ഒന്ന് ആ ഒന്നിനെ അപ്പെന്ത് ചെയ്യാം? മുഅഖിറൻ ബയാനഹു ആ ബഅലിന്റെ ബയാനെ പിന്തിപ്പിക്കുന്ന രീതിയിൽ ഉദ്ദേശിക്കുക. ഏതുവരെ പിന്തിപ്പിക്കുകയാണ്? ഇലാ വഖ്തിൽ ഹാജത്തി ബയാൻ ചെയ്യേണ്ട സമയം വരെ പിന്തിപ്പിക്കുക. അപ്പോൾ ഒരു ആം പറഞ്ഞിട്ട് ഒരു ബഅൽ ഉദ്ദേശിച്ചു, ആ ബഅലിനെ പറ്റി ഇപ്പൊ വിശദീകരിക്കുന്നില്ല, ആവശ്യം വരെ വിശദീകരിക്കാം. ഇത് ഇങ്ങനെ ഒന്നുണ്ടാവും ഷാരി. അതുകൊണ്ടാണ് നസ്വായതിൽ കുഴപ്പമില്ല, മുസ്തംബത്വത്തിൽ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞത്. ബിഖിലാഫി ഗൈരിഹി ഷാരി അല്ലാത്തവർക്കെതിരെ. കാരണം ഇതാ അല്ലല ഷാരി അല്ലാത്ത ഒരാൾ ഇല്ലത്ത് പറഞ്ഞു ബിഷൈ ഒരു വസ്തു കൊണ്ട് നുടുവ നഖൽ അലൈഹി അതിന്റെ മേൽ അവൻ എതിര് പറയുകയും ചെയ്താൽ ലൈസ ലഹു അവനില്ല ഐ യഖൂല പറയല് അറത്തു ഗൈറ ദാലിക ഞാൻ ഉദ്ദേശിച്ച ഇതല്ല മറ്റൊന്നാണ് എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഇല്ലത്തൊന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷം നേരെ എതിരും പറഞ്ഞു. അപ്പൊ ഞാൻ ഇതല്ല ഉദ്ദേശം മറ്റൊന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നുമില്ല, പറയാൻ പറ്റാതെ പറയാൻ കാരണം ഇത് സദ്ദിഖി ബാബ ഇബത്താൽ ഇല്ലത്തി ഇവിടെ ഇല്ലത്ത് ബാത്തിലാക്കണം. അതിന് ഇല്ലത്ത് ബാത്തിലാക്കണ വാതിലേ അടച്ചു പോയില്ലേ, ഇനി എന്ത് പറയാൻ അവിടെയാണ്? അങ്ങനെയാണ് അതിന്റെ മറുപടി. വേറെ തീരെ പറയുന്നത് യഖ്ദു ഫീഹിമാ മുസ്തംബത്വത്തായ ഇല്ലത്തിലും മൻസൂസത്തായ ഇല്ലത്തിലും ഖാദിഹ് തന്നെയാണ്. നിബന്ധന ഇല്ലാ യകൂന തഖല്ലഹു ഹുക്മ് പിന്തിയത് ലിമാനി എന്തോ ഒരു തടസ്സമുണ്ട്, അല്ലെങ്കിൽ ലോ വഖദി ഷർത്തിൻ ലിൽ ഹുക്മി ഹുക്മ് വരേണ്ട നിബന്ധനയുണ്ട്, ആ നിബന്ധന ഇല്ലാതെയായി. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പിന്തിയാൽ ഒഴികെ ഇത്തരം കാരണം ഉണ്ടായിട്ടൊന്നുമില്ലാതെ പിന്തിയാലാണ് ഖാദിയാവുക. ഇത്തരം കാരണം ഉണ്ടായിട്ട് പിന്തിയാലോ നവലായഖ്ദോ എന്നാ പിന്നോടെ മോശമുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെയാണ് ആ ഖീല. വഅലൈഹി ഈ ഖീല പറഞ്ഞ ഈ അഭിപ്രായത്തിലാണ് അക്സറു ഫുഖഹാഇന നമ്മുടെ അധിക ഫുഖഹാക്കളും ഉള്ളത്. അതായത് മുസ്തംബത്തായ ഇല്ലത്തിലും മൻസൂസത്തായ ഇല്ലത്തിലും ഖാദിയാവാനുള്ള നിബന്ധന ആ ഹുക്കും ഇവിടെ പിന്തിയത് എന്തോ അവിടെ തടസ്സം ഉണ്ടായതുകൊണ്ട് പിന്തിയതാ, അല്ലെങ്കിൽ ഷർത്ത് ഇല്ല അതുകൊണ്ട് പിന്തിയതാ. ഇങ്ങനെയാണ് എങ്കിൽ കുഴപ്പമില്ല, ഇതൊന്നുമില്ലാതെ പിന്തുമ്പോഴാണ് കുഴപ്പം. ഈ ഒരു അഭിപ്രായമാണ് ഫുഖഹാക്കൾക്കും ഉള്ളത്. ഇപ്പൊ മാന്യ ഇവിടെ ഇപ്പൊ എന്താ മാന്യ ഹുക്കും പിന്തുണ മാന്യുണ്ടല്ലോ. അതിന് ഉദാഹരണം പറഞ്ഞാല് പ്രതികാരം ചെയ്യൽ നിർബന്ധമാണ്. പ്രതികാരം ചെയ്യൽ നിർബന്ധമാണ് എന്നുള്ളതിന്റെ ഇല്ലത്ത് ഇപ്പൊ എന്താ മനഃപൂർവ്വം ശത്രുത വെച്ച് കൊല്ലുക എന്നുള്ളതാണ്. കൊന്ന അവിടെ പ്രതികാരം ചെയ്യണം, ശത്രുതയാണ്, കരുതി കൂട്ടിയുമാണ് ഒക്കെയാണ്. എന്നാ കൊന്നോനെ എന്ത് വേണം? കൊല്ലണം, അതിന് പ്രതികാരം ചെയ്യണം. പക്ഷെ അവിടെ ഇല്ലത്തതാണെങ്കിലും ഇവിടെ
ഖിസാസ് വുജൂബാണെന്നുള്ള പിന്തി. എന്ത് വിഷയത്തില്? ബാപ്പയാണ് മകനെ കൊന്നത്. ബാപ്പ മകനെ കൊല്ലുമ്പോൾ അവിടെ പ്രതികാരം ചെയ്യാൻ നിർബന്ധമാണെന്നൊരു പിന്തി പോയി. ഇവിടെ മാനിയുണ്ട്. കൊന്നത് ആരാണ്? ബാപ്പാനെ കൊന്നത്, അല്ല മകനെ കൊന്നത് ബാപ്പയാണ്. ബാപ്പ എന്ന നിലപാട് വെക്കുമ്പോ ഹുക്കുമ്പോ എന്തായി? തഖല്ലുഫായത്. ഇവിടെ മാനി ഉണ്ടായത് കൊണ്ടാണ്. അല്ലെങ്കിൽ സർത്ത് വേണം. സക്കാത്ത് നിർബന്ധമാവൽ പിന്തി. അതിന്റെ ഇല്ലത്തെന്താണെന്ന് ചോദിച്ചാല്, ഒരു രൂപം, അതായത് കണക്ക് ഉടമയാക്കുക. അതാ സ്വർണം വെള്ളി കണക്കുണ്ടല്ലോ, ആ കണക്ക് കയ്യിൽ വന്നു. 20 മിസ്കാല് അല്ലെങ്കിൽ 200 ദിർഹം വെള്ളി അല്ലെങ്കിൽ മറ്റു പല വസ്തുക്കളുടെ കണക്കൊക്കെ ഉടമയായി. എന്നാൽ സക്കാത്ത് നമുക്ക് നിർബന്ധം. പക്ഷേ ആ നിർബന്ധം ഇവിടെ കാണാത്ത എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ വർഷം തികയണം. കണക്ക് മാത്രം പോരാ, വർഷം തികയണം. വർഷം തികയുക എന്ന് പറഞ്ഞ ഷർത്ത് ഇവിടെ ഉണ്ട്. ആ ഷർത്ത് ഇവിടെ പൂർത്തിയാവാത്തത് കൊണ്ട് സക്കാത്ത് നിർബന്ധമാവുക എന്നുള്ള ഒരു ഹുക്മ് കണക്കിനെ ഉടമയാക്കുക എന്ന ഇല്ലത്തിന് തൊട്ട് പിന്തിയത് ഷർത്തില്ലാത്തതുകൊണ്ടാണ്. ഈ കാര്യത്തിനൊക്കെ പിന്താമല്ലോ. അപ്പോൾ മോശം എന്ന് പറയാൻ പറ്റില്ല. ഇതൊന്നും ഇല്ലാത്തയിടത്തേക്കാണ് മോശം എന്ന് പറഞ്ഞത്. വഖീല പറയപ്പെട്ടിട്ടുണ്ട്. എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞത്? യഖ്ദഹു. ഒരു കീല പറയുന്നത് മോശാണ്, ഇല്ലത്തായിരിക്കാൻ പറ്റൂല. എന്ത് ആയാലൊഴികെ ഇല്ല അയ്യരിത അലാജമിൽ മദാഹിബി. എല്ലാ മദ്ഹബുകളുടെ മേലിലും ഈ തഖല്ലുഫ് വന്നാൽ ഒഴികെ. അപ്പൊ എല്ലാ മദ്ഹബ് അനുസരിച്ചും തഖല്ലുഫ് ഉണ്ടെങ്കിലോ ഖാദിയാവൂല, ഇല്ലെങ്കിൽ ഖാദിയാവും, മോശമാവും. ഏതുപോലേക്കൽ അറായ. അറായ എന്നതുപോലെ. എന്താ ഈ അറായ? അറായോട് ഉദ്ദേശിക്കുക എന്താണെന്നറിയോ? അറായ എന്ന് പറഞ്ഞാല് അത് നല്ല രസമുള്ള വിൽപ്പനയാ. ബൈഉർ റതുബി, പഴുക്കക്കാരക്കയെ വിൽക്കുക. വൽ ഇനബി, മുന്തിരിങ്ങയും വിൽക്കുക. എന്തിന്റെ മുമ്പ് വിൽക്കുക? ഖബിലൽ ഖതീബി തംർ, പഴുത്ത കാരക്ക ഉണക്കക്കാരക്കയാണ് ഉറപ്പാൻ മുമ്പ് വിൽക്കുക. ഔ സബീബിൻ, പഴുത്ത മുന്തിരിയെ ഉണക്കമുന്തിരിയാക്കി ഉറപ്പിക്കുന്നതിന് മുമ്പ് വിൽക്കുക. ഇങ്ങനെയുള്ളൊരു ഇടപാടിനെ കുറിച്ചാണ് അറായ എന്ന് പറയുന്നത്. ഇന്ന ജവാസഹു, എന്നാൽ ഈ അറായ എന്ന് പറയുന്ന ഈ ഇടപാട് ജായിസാണ്. അത് ജവാസാവുന്നത് വാരിദുൻ അലാ കുല്ലി ഖൗലിൻ, എല്ലാ ഖൗലനുസരിച്ചും അത് വാരിദാണ്. എന്ത് വിഷയത്തിൽ? ഇല്ലത്തി ഹിർമത്തി റിബ, പലിശ ഹറാമാണ് എന്ന ഇല്ലത്ത്. മിനത്തുഅമി, ഒരു കൂട്ടർ പറയുന്നത് എന്താണ്? അത് രുചിക്കുക എന്നുള്ളതാണ്, ഭക്ഷിക്കുക. അപ്പൊ തുഅമ് എന്നതാണ് ഇല്ലത്ത്. ആ ഇല്ലത്ത് വെച്ച് നോക്കുമ്പോൾ പലിശ ഹറാമാണ്. ഈ ഒരു ഇല്ലത്ത് അതൊരു ഖൗല്. അത് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ മദ്ഹബ് അങ്ങനെയാ. ഉൽ ഖൂത്ത്, മറ്റൊന്ന് കൂത്തായിരിക്കുക എന്നുള്ളതാണ് പലിശ ഹറാമാവാണ് ഇല്ലത്തിൽ പറയുന്നത്. കൂത്തും അതോടൊപ്പം തന്നെ തൊയ് സൂക്ഷിക്കുക എന്നുള്ളത് ആരുടെ മദ്ഹബാണ്? മദ്ഹബ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദ്ഹബ്. അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ അടുക്കുള്ള ഇല്ലത്ത് ഇഖ്തിയാത്തും ഇദ്ദിഖാറുമാണ്. വെറും ഇഖ്തിയാത്ത് മാത്രമല്ല എന്ന് വെക്കാം. പിന്നൊന്നുള്ള കൈലാവുക എന്നതാണ് ഇല്ലത്ത്. തൂക്കം, അളവ്. ഇങ്ങനെ വരുമ്പോഴും പലിശ ഹറാമാണെന്ന ഇല്ലത്ത് ഒരഭിപ്രായമാണ്. അതാരുടെ മദ്ഹബാണ്? ഇമാം അബു ഹനീഫ തങ്ങളുടെ മദ്ഹബാണ്. മാത്രമല്ല നമ്മുടെ കയ്യില് പോലെ തന്നെയാണ് തൂക്കവും. പിന്നെ മറ്റൊരു ഇല്ലത്ത് മാലാവുക എന്നുള്ളതാണ്. ഇങ്ങനെ വരുമ്പോൾ എല്ലാ അഭിപ്രായ പ്രകാരം ഇത് വരുന്നുണ്ട്. എല്ലാ അഭിപ്രായ പ്രകാരവും ഇത് വന്നു. പക്ഷേ തഖല്ലുഫ് ഉണ്ടായി. തഖല്ലുഫ് ഉണ്ടാകുമ്പോൾ ഇത്തരം തഖല്ലുഫ് വരുമ്പോൾ അത് ഖാദിയാകോ? ഇല്ല. അപ്പൊ എല്ലാ മദ്ഹബ് അനുസരിച്ചും തഖല്ലുഫ് വന്നാൽ ഒഴികെ. അപ്പൊ വലായഖ്ദു, അപ്പൊ ഈ വിഷയത്തിൽ എന്തില്ല? ഖദ് ഉണ്ടെന്ന് പറയാൻ പറ്റുകയില്ല. ഓരോ മദ്ഹബിന് ഓരോ ഇല്ലത്താണ്, അതിനനുസരിച്ച് അത് കിട്ടുള്ളൂ. അപ്പൊ ഇമാം മദ്ഹബ് ഷാഫി മദ്ഹബ് പ്രകാരം തുഴമില്ല, എന്നാണ് വെക്കുമില്ല. ഇങ്ങനെ ഓരോന്ന് വെക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വെക്കുമ്പോൾ ഖദഹില്ല എന്ന് പറയുമ്പോ ഈ പറഞ്ഞ അഭിപ്രായമാണ് അൽ ഇമാമുർ റാസി. ഇമാം റാസിയുടെ അഭിപ്രായം അങ്ങനെ പോകുന്നത്.
നക്കല ഇമാം റാസി നക്കൽ ചെയ്തു ഇജ്മാഇനെ. എന്താ ഇജ്മാഇ? അല അന്ന ഹിർമത്ത് റിബ, നിശ്ചയമായിട്ട് ഈ പലിശ ഹറാമാകുക എന്നുള്ളത് ലാ തുഅല്ലലു, അതിന് ഇല്ലത്താക്കപ്പെടുകയില്ല. ഇല്ലാ ബി അഹദി ആദിൽ ഉമൂരിൽ അർബഅ. ഇവിടെ പറഞ്ഞ 4 കാര്യമുണ്ട്. ഈ 4 കാര്യത്ത് ഏതെങ്കിലും ഒന്നുകൊണ്ടല്ലാതെ പലിശക്ക് ഇല്ലത്ത് പറയാൻ പറ്റില്ല. ആ പലിശ ഹറാമാവാൻ ഒന്നിരിക്കൽ തുഴമ്, അല്ലെങ്കിൽ കൂത്ത്, അല്ലെങ്കിൽ കൈല്, അല്ലെങ്കിൽ മാല്. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടോ ഇന്ന് അവിടെ പലിശ ഹറാമാണെന്ന് പറയും. അത് ഇജ്മാഅാണെന്നും ഇമാം റാസി അവർ ഉദ്ധരിക്കുകയും ഇമാം റാസി അവർ ഈ പറഞ്ഞ അഭിപ്രായത്തിനെ യോജിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കീല പല നിലപാടിലൂടെ ഇപ്പൊ പോകുന്നത് തീർന്നിട്ടില്ല. കീല ഇനിയുണ്ട്. വക്കീല പറയപ്പെട്ടിട്ടുണ്ട്. എന്താ പറയുന്നറിയാമോ? യഖ്ദഹു, മോശമാണ്, ഫിൽ ഇല്ലത്തിൽ ഹാദിറത്ത് അഥവാ നഫ്സിന് അപകടം വരുത്തുന്ന സംഗതിയുണ്ട്. അനുവദനീയമാക്കാത്ത ഇല്ലത്ത്, നിഷിദ്ധമാക്കുന്ന രീതിയിലുള്ള ഇല്ലത്ത്, അത്തരം ഇല്ലത്തിൽ ഖാദിഹാണ്. ദൂരൽ മുബീഹത്തി, മുബീഹായ ഇല്ലത്തിൽ കുഴപ്പമില്ല. എന്താ കാരണം? ലിഅന്നൽ ഹളർ എന്ന് പറയുന്നത് അലാ ഖിലാഫിൽ അസ്ലി, അടിസ്ഥാനത്തിനെതിരാണ്. അടിസ്ഥാനം ഇബാഹത്തല്ലേ, അതിന് നേരെ എതിരായി നിൽക്കുന്ന ഒന്നല്ലേ ഹളർ. അപ്പൊ അതാണ് പറയാൻ കാരണം. അതിന് ഉദാഹരണം നമുക്ക് നോക്കാലോ. ഇല്ലത്തിൽ ഹാദിറത്തിന് ഉദാഹരണം പറയാം. പലിശ ഹറാമാകും ഫിൽ ബുറി, ഗോതമ്പത്തിൽ. എന്തുകൊണ്ട്? അത് മക്കീരൻ, അളക്കപ്പെടുന്നത് കൊണ്ട് എന്നതാണ്. ഇങ്ങനെ പറയുമ്പോൾ എന്നിട്ട് പോയിൻകതു, എന്നിട്ട് ആ പറഞ്ഞിനെ പൊളിക്കുകയാണ്. ബിൽ ഹംബിസി ബിൽ ജിബിസി, ജിബിസ് കൊണ്ട് പൊളിച്ചു. ജിബിസ് എന്ന് പറഞ്ഞ ഉദാഹരണം കുമ്മായ. ജിബ്സി എന്ന് പറയുന്ന സാധനം എന്താ? മക്കീരുൻ, ജിബ്സ്, സിപ്സ്. ഫയുങ്കതു, അപ്പോൾ നഖൽ ചെയ്യപ്പെടുന്ന ബിൽ ജിബ്സി, ചിപ്സും ഉണ്ട്. ഫഇന്നഹു മക്കീരുൻ, അത് അളക്കപ്പെടുന്നത് തന്നെയല്ലേ ജിപ്സ്. വലൈസ ബി റിബവിയൻ, അത് റിബവിയ അല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പൊളിച്ചത്. ആദ്യം റിബ മക്കീര എന്ന് പറഞ്ഞു, എന്നിട്ട് അതിനെ പൊളിച്ചത് ജിബിസ്. ഇപ്പൊ എന്താ? മക്കീരല്ലേ, അളക്കുന്ന സാധനം തന്നെയല്ലേ അതും. ഇവിടെ അത് റിബവിയല്ലോ എന്നും പറഞ്ഞു പൊളിച്ചു. ഇങ്ങനെ ഹാദിറാണ് ഉദാഹരണം. ഇതാണ് ഹാദിറത്തിൽ ഇല്ലത്ത് പറഞ്ഞത്. അതിന് മോശമാണ്. ഇനി ഖിലാഫുൽ അക്സ്. അപ്പോ ഹാദിറത്ത ഇല്ലത്തിൽ ഇനി ഇബാദത്ത് പറ്റൂലല്ലോ, മോശമാണ്. അക്സിനെ മാറുകൊണ്ട്. അക്സ് എന്ന് പറയുമ്പോ എങ്ങനെ വരും? മുബീഹത്തിൽ ഖാദിഹ്, ഹാദിറത്തിൽ ഖാദിഹില്ല. അപ്പോ പറയപ്പെട്ട തഖല്ലുഫ് അക്സിൽ ഖാദിയാകൂല. കാരണം അവിടെ അടിസ്ഥാനപരമായി ചിന്തിക്കുമ്പോൾ അസ്ലേത ഇബാഹത്ത. പിന്നെ ഇബാഹത്തിന് നഫി ചെയ്യുക എന്നുള്ള ആരുതല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വക്കീല പറയപ്പെട്ടിട്ടുണ്ട് യഖ്ദൗബിൽ മൻസൂസത്തി, നസ്വാക്കപ്പെട്ടതിൽ ഖാദിഹാണ്. ഇല്ലാ ഇദാ തബത്തത്ത്, ആ നസ്വാക്കപ്പെട്ട ഇല്ലത്ത് സ്ഥിരപ്പെട്ടാൽ ഒഴികെ ബിലാഹിരിൻ ആമീൻ, പൊതുവെയുള്ള ഒരു ലാഹിറായ നസ് കൊണ്ട് ഈ ഇല്ലത്ത് സ്ഥിരപ്പെട്ടു. അങ്ങനെ പെട്ടാൽ എന്തായി? ഒഴികെ എന്നാണ്. ആ പെട്ടില്ലെങ്കിൽ എന്തായി? മൻസൂസത്തിൽ ഖാദിയാണ്. പെട്ടാലോ ഇല്ല. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഖാദിയ എന്ന് പറയാൻ കാരണം ഖബൂലി, ഈ ആമ് തഖ്സീസി, ഒരു തഖ്സീസിനെ സ്വീകരിച്ചു, അതുകൊണ്ട് തന്നെ അപ്പൊ ഖാദിയാവും. ഖിലാഫിൽ ഖാത്തിഇ, ഖാത്തിഇനെതിരെ കൊണ്ട് എന്നാണ്. ഖാത്തിഇ അപ്പൊ മൻസൂസിൽ ഖാദിയാവുന്ന ഇപ്പൊ എങ്ങനെ? തുഅമ് എന്ന ഇല്ലത്ത് കൊണ്ട് റിബ എന്തായി? ഹറാമായി എന്നാണ്. അതിന് ഹലാലാക്കാൻ പറ്റുകയില്ലല്ലോ. ഇനി ലാഹിറായ ഒരു ആമ് കൊണ്ടെന്ന് പറയുമ്പോ അത്വആമു ബിത്വആമി റിബൻ, ത്വആമിന് പകരം അത് റിബയാണ് എന്നാണ് ഹദീസ് ഉണ്ടല്ലോ. ഇതാണ് ലാഹിറായ ആം. ഇതുകൊണ്ടാണ് തുഅമ് ഉണ്ടായി എന്നതുകൊണ്ട് റിബ ഹറാമാണെന്ന് ഇല്ലത്ത് സ്ഥിരപ്പെട്ടു വന്നത്. ഇങ്ങനെ വരുമ്പോൾ എന്തായി? മൻസൂസത്തല്ലേ? ആ മൻസൂസത്തിൽ ഖാദിഹാണ്.
ഖാത്തിനെതിരുകൊണ്ട് ഖാത്തീന മോശം. അബിഖിലാബിൽ ഖാത്തീനെതിരുകൊണ്ട് ഖാത്തീൻ എന്ത് വരും? മോശം വരും. ബിൽ മുസ്തംബത്തി മൻസൂസത്തിൽ ഉള്ളതുപോലെ തന്നെ ഇസ്തിംബാത്ത് ചെയ്തെടുക്കുന്ന ഇല്ലത്തിലും ഖാദിയാണ്, ഇല്ലത്താവാൻ പറ്റുകയില്ല. അവൻ തന്നെ ഇല്ല അയ്യക്കൂന തഖല്ലഹു, ഇവിടെ തഖല്ലഹ് ഉണ്ടായാൽ ഒഴികെ, ലിമാനി എന്തോ ഒരു മാനി ഉണ്ട് അതുകൊണ്ട് വിന്ധ്യതാ, അല്ലെങ്കിൽ പക്കത് ഷർത്ത് ഹുക്കിമിന് വേണ്ട ഷർത്ത് ഇവിടെ ഇല്ല അതുകൊണ്ട് വിന്ധ്യതാ. നവനവലാഫിഹ അല മുസ്തംബത്തിൽ എന്തില്ല തഖല്ലഫ് ഉണ്ടാകുന്നുണ്ട്, മോശമല്ല, അല്ലെങ്കിൽ മോശമാണ്. വഖാൽ ആമുദിയോ, ആമുദി ഇമാം പറയുന്നു ഇൻകാന തഖല്ലഫു, ഇവിടെ ഹുക്കുമ് വിന്ധിയത് എന്തോ ഒരു തടസ്സത്തിന് വേണ്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ പക്കത് ഷർത്തി, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ എന്ത് വാപ്പ മകനെ കൊന്നു, കരുതിക്കുട്ടിയെ കൊന്നത്, മത്സരമാട്ടിനെ കൊന്നത്, നിയമപ്രകാരമായിട്ടോടെ എന്ത് വേണം? ഖിസാസ് നടപ്പാക്കണം. ബാപ്പയായി എന്ന നിലപാട് ഖിസാസ് വിന്ധിയും എന്നതുപോലെ. അല്ലെങ്കിൽ ഷർത്ത് കണക്കുടമയാക്കി, വർഷം തികഞ്ഞില്ല, അപ്പൊ ഷർത്തില്ലാതെ ആയില്ലേ, ഇങ്ങനത്തോടാണ് ഹുക്കും വിന്ധ്യതെങ്കിൽ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇസ്തിസ്ന വെളിവാക്കപ്പെടുന്ന സ്ഥലത്തിലായി ഇങ്ങനെ വന്നാൽ, മൻസൂസത്തൻ കാലത്ത് മുസ്തംബത്വത്തൻ, അത് മൻസൂസായില്ലത്തായാലും വേണ്ടില്ല, മുസ്തംബത്വത്തായില്ലത്തായാലും വേണ്ടില്ല, അങ്ങനെ ആയാലും ഈ പറഞ്ഞ പോസ്റ്റിലാണ് എങ്കിൽ, അല്ലെങ്കിൽ ഔകാലത്ത് മൻസൂസത്തൻ, അല്ലെങ്കിൽ ഇല്ലത്ത് മൻസൂസൻ ആയി, എങ്ങനെയായി? ബിമാ ലാ യഖ്ബലു തഅ്വീല, ഇനി അതിനൊരു തഅ്വീൽ ചെയ്തുകൊണ്ടുള്ള പരിപാടിയില്ല, അത് സ്വീകരിക്കൂല, അങ്ങനത്തെ ഒന്നുകൊണ്ട് നസാക്കപ്പെട്ടതാ ഇല്ലത്ത്. ഇത്തരം കാര്യങ്ങളിലാണെങ്കിൽ ലം യഖ്ദഹ്, അവിടെ പിന്നെ എന്തില്ല, ഇല്ലത്തായിരിക്കും, കുഴപ്പമുണ്ടോ? ഇല്ല. ഇല്ല അങ്ങനെയല്ലെങ്കിലോ കഥ മോശമായി. ആ മോശമായി എന്ന് പറയുന്നത് തന്നെ ഇല്ലാഫിൽ മൻസൂസത്തി, നസ്സാക്കപ്പെട്ടതിൽ ഒഴികെ, ബിമാ യഖ്ബലു തഅ്വീല, തഅ്വീലിനെ സ്വീകരിക്കുന്ന ഒന്ന്, അങ്ങനത്തെ ഒന്നുകൊണ്ടാണ് നസ്സാക്കി കിട്ടിയത്, ആ നസ്സിൽ ഒഴികെ എന്നാണ്. അപ്പൊ ആ നസ്സിലാകുമ്പോ കുഴപ്പമാണ് എന്നർത്ഥം. ഫയു അവരും അങ്ങനെ വരുമ്പോ തഅ്വീൽ ചെയ്യപ്പെടും. എന്തിനെ? ആ ഒന്നിനെ. എന്തിനാ തഅ്വീൽ ചെയ്യപ്പെടുന്നത്? ജമ്മി ബൈന ദലീലൈനി, രണ്ട് ദലീൽ ഇവിടെ ഉണ്ട്, ആ രണ്ട് ദലീലിനെയും കൂടി ജമ്മി ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇല്ലത്തിന്റെ ദലീല്, തഖല്ലുഫിന്റെ ദലീല്, ഹുക്കുമിന്റെ ദലീല്, ഇല്ലത്തുള്ള ദലീല്, ഈ രണ്ട് ദലീലിനെ ജമ്മ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? തഅ്വീലിനെ സ്വീകരിക്കുന്ന നസ്സാക്കപ്പെട്ടാണെങ്കിൽ ആ ഒന്നുകൊണ്ട് തഅ്വീൽ ചെയ്യപ്പെടും. ഇങ്ങനെ തഅ്വീൽ ചെയ്യപ്പെട്ട് വരുന്ന മനസ്സാണെങ്കിൽ ആ നസ്സിൽ ഒഴികെ നടന്നത്, അപ്പോ ആ നസ്സിൽ ഖാദിയായിട്ട് വരും. ഖൗൽ മുസന്നിഫി അൻഹു, ഇമാം ആമുദിയെ തൊട്ട് മുസന്നിഫ് പറഞ്ഞ വാക്ക്, ഫിൽ മൻസൂസത്തി, മൻസൂസത്തില്, ബിമാ ലാ യഖ്ബലു തഅ്വീല ലം യഖ്ദഹു എന്നാ പറഞ്ഞത്. തഅ്വീലിനെ സ്വീകരിക്കാത്തതായത് കൊണ്ടുള്ള നസ്സാക്കപ്പെട്ട ഇല്ലത്ത് അത് ഖാദിഹല്ല, മോശമില്ല എന്ന് പറഞ്ഞ വാക്ക്, ഹുവ ലാസിമു ഖൗലിഹി, അത് ഫിഹ, ആ മൻസൂസത്തിൽ ഇമാം ആമുദി പറഞ്ഞ വാക്കും ലാസിമായ ഒന്നാണ്. ഇൻകാന തഖല്ലുഹു ലിദലീലിൻ ളന്നിയിൻ ഫളന്നിയുൻ ലാ യുആരിദുൽ ഖത്ഇയ്യ ഔ ഖത്ഇയ്യിൻ ഫതആറുദു ഖത്ഇയ്യൈനി മുഹാലുൻ എന്നുള്ളതായ മൂപ്പര വാക്കുമുതൽ ലാസിമായിരുന്നതാണ്. എന്താ ഇത്? പിന്തി ലന്നിയായ ഒരു ദലീലിന് വേണ്ടി പിന്തി, എന്നാ പിന്നെ ആ പിന്തിന് ലന്നിയാണ്, അപ്പൊ ഖത്ഇയ്യോട് എതിർക്കൂല. ഖത്ഇയ്യായതിനു വേണ്ടി പിന്തി, ഖത്ഇയ്യ ദലീലാണ്, എന്നാ പിന്നെ രണ്ടും ഖത്ഇയ്യ ആകുമ്പോ ആ രണ്ടും തമ്മിൽ വൈരുദ്ധ്യങ്ങൾ വരിക എന്നുള്ളത് അത് സംഭവിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ മുസന്നി പറഞ്ഞത് ഇല്ലാ യകൂന അഹദുഹുമാ നാസിഖൻ എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഈ രണ്ട് ഖത്ഈയായ രണ്ട് ദലീലിൽ നിന്ന് ഒന്ന് മറ്റൊന്നിനെ നിസ്ക് ചെയ്താൽ ഒഴികെ, നിസ്ക് ചെയ്താൽ പിന്നെ പ്രശ്നം തീർന്നു, ഇല്ലെങ്കിൽ അപകടം തന്നെയാണ്. ഇതും ആമദി ഇമാമിനെ തൊട്ട് നക്കൽ ചെയ്ത് പറഞ്ഞതാണ്. ഇനി മനസ്സിലാക്കാനുള്ള ഖിലാഫു ഫിൽ ഖദ്ഹി, ഖദ്ഹിലുള്ള ഖിലാഫ് മഅനവിയുൻ, അത് അർത്ഥപരമായി ആശയപരമായുള്ള വ്യത്യാസമാണ്. ലാ ലഫ്ളിയുൻ, ലഫ്ളിയായ വ്യത്യാസമൊന്നും ഇവിടെ ഇല്ല. ഈ പറഞ്ഞത് ഖിലാഫൽ ഇബ്നു ഹാജിബ്, ഇബ്നു ഹാജിബിനെതിരാണ്. ഇബ്നു ഹാജിബ് എന്താ തന്റെ വാക്കിൽ പറഞ്ഞത്? ഇന്നഹു ലഫ്ളിയുൻ, അതിപ്പോ ലഫ്ളിയായ ഖിലാഫാണ്, മഅനവിയായ ഖിലാഫല്ല. മബ്നിയുൻ അലാ തഫ്സീർ ഇല്ലത്തി, ഇല്ലത്തിന് വ്യാഖ്യാനിക്കുക, ഇല്ലത്തിന്റെ തഫ്സീർ അനുസരിച്ച് എടുക്കപ്പെട്ടതാണ് ഇത്. ഇൻ ഫുസ്സിറത്ത് ബിമാ യസ്തൽസിമു വുജൂദഹു, ഈ ഇല്ലത്തിന് വ്യാഖ്യാനിച്ചത് എന്തുകൊണ്ടാണ്? ഇല്ലത്തിന്റെ വുജൂദ് ഉണ്ടാകും, ആ ഒന്നിന്റെ വുജൂദ് ഉണ്ടോ എന്നാ അവിടെ ഹുക്കും ഉണ്ടാവും, ലാസിമാണ് എന്നതുകൊണ്ട് വിശദീകരിച്ചു. അങ്ങനെ വരുമ്പോ മാനിയൻ, അപ്പൊ മാനിയാണ്. അപ്പോൾ വന്ന ഖിലാഫ് മാനവിയായി മാറും. അൽ മുഅസ്സിറു, ഫലം വരുത്തുന്നതായ മാനവിയായ ഒന്നാണ് ഈ പറഞ്ഞത്. അപ്പൊ അതിലുള്ള ഖിലാഫ് എന്താവും? മാനവിയാകും. ഫതഖല്ലബു ഖാദിഹുൻ, അങ്ങനെ പിന്തി വരൽ എന്താവും ചെയ്യും? മോശമാണ്. ഹുക്മ് ഔ ബിൽ ബായിസി എന്നതുകൊണ്ടോ ആണ് വ്യാഖ്യാനിച്ചത്. വകദാബിൽ മുഅറഫി, അല്ലെങ്കിൽ അടയാളം എന്ന് നിലക്ക് വച്ചു എന്തിനെ? ഇല്ലത്തിന്. ഇത് രണ്ടുകൊണ്ടും വ്യാഖ്യാനിക്കുകയാണെങ്കിലോ ഫല അപഖാദിഹ, ആവുകയും ഇല്ല. ഇങ്ങനെയൊക്കെയാണ് പോക്ക്. വമിൻ ഫുറൂഇഹി, അതിന്റെ ശാഖകളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഫുറൂഇ അന്നൽ ഖിലാഫ മാനവിയെന്ന, ഖിലാഫ് മാനവിയാണെന്ന് പറഞ്ഞു. ആ മാനവിയ എന്ന് പറയുന്ന ശാഖ ഏതൊക്കെ നോക്കാം. ഫറആയി വരും അത്തഅരീലു ബി ഇല്ലത്തൈനി, രണ്ട് ഇല്ലത്തുകൊണ്ട് ഇല്ലത്താക്കുക എന്നുള്ളത് ഫുറൂഇൽപ്പെട്ടതാണ്. ഫയംതനിഉ, ഇല്ലത്താക്കാൻ പറ്റൂല. ഇൻ ഖദഅ തഖല്ലുഹു, ഹുക്ം പിന്തി വരൽ മോശമാണ് എങ്കിൽ ഇല്ലത്ത് പറയാൻ പറ്റില്ല. വഇല്ല, മോശമില്ലെങ്കിൽ പല രണ്ടെണ്ണം കൊണ്ട് ഇല്ലത്തോടെ കുഴപ്പമല്ല. വഹാദ തഫ്രിയ, ഈ തഫ്രിയ നശഅ ഉണ്ടായി അൻ സഹിബിൻ, അതെന്തോ മറന്നുകൊണ്ടുണ്ടായി തീർന്ന ഒരു തഫ്രിയ. കാരണം ഇന്നോ നിശ്ചയമാണ് കാര്യം ഇന്നമായ അത്താബി തഖല്ലുബിൽ ഇല്ലത്തി അൻ ഹുക്മി, ഹുക്മിനെ തൊട്ട് ഇല്ലത്ത് പിന്തി, ആ പിന്തിയതിൽ വരുന്ന ഒന്നാണ് ഇപ്പൊ ഈ സംഭവം. അതിലാണ് ഇപ്പോ ഈ സംഭവം പറഞ്ഞത്. വാസ്തവത്തിൽ ഇവിടെ ഒൽ കലാമു പി അക്സിദാലിക്ക, ഇല്ലത്തിനെയും വിട്ട് ഹുക്കും എന്തുക എന്നുള്ളതിലാണ് ഇവിടെ വിഷയം മാറി സംസാരിക്കണ്ട എന്ന് നിനക്കപ്പ പറഞ്ഞത്. ഇവിടെ വിഷയം മാറി വന്നിട്ടുണ്ട്. മുസ്തദില്ല് മുറിഞ്ഞു പോവുക, അതും ഫുറൂഇൽപ്പെട്ടതാണ്. ഫയഹ്സുലു, അപ്പൊ ഈ ഇംഗിത്ത മുസ്തദില്ല് മുറിഞ്ഞു പോകുന്നതിൽ ഉണ്ടാകും. ഇൻ ഖദഅ തഖല്ലുഹു, ഇല്ലത്തിനെയും വിട്ട് ഹുക്കുമിന്റെ മോശമാണ് എങ്കിൽ ഉണ്ടാവും. ഇല്ല, അങ്ങനെ ഈ മോശമില്ല എന്ന് വെക്കാം. എന്നാ പിന്നെ പല കഥഹില്ല. വയുസ്മോ ഖൗലു, അപ്പോന്റെ വാക്ക് സ്വീകരിക്കാം. അറത്തുൽ ഇല്ലിയ്യത ബിഗൈരി മാ ഹസന ബി തഖല്ലുഹു, ഹുക്കും പിന്തിയ രൂപം ഉണ്ടായല്ലോ, ഇത് അല്ലാത്തതിലാണ് ഇല്ലത്ത് ഞാൻ ഉദ്ദേശിച്ചതിലല്ല എന്നും പറഞ്ഞാൽ അവന്റെ വാക്ക് സ്വീകരിക്കാം. വൻഹിറാമുൽ മുനാസബത്തി ബി മഫ്സദത്തിൻ, എന്തോ ഒരു ഫസാദുണ്ട്, ആ ഒരൊറ്റ ഫസാദ് കൊണ്ട് ഹുക്കുമിന്റെ ഇല്ലത്തും തമ്മിലുള്ള ബന്ധം ബാത്തിലായി, അതും അതിന്റെ ഫറൂൽപ്പെട്ടതാണ്. ഫയഹ്സുലു, അപ്പോൾ അതുണ്ടാകും. ഇൻ ഖദഅ തഖല്ലബു, പിന്തൽ മോശമാണോ എന്നാ പിന്നെ മുനാസബ ബാത്തിലാന്നുണ്ടാവും. ഇല്ലാ ഫല, പിന്തൽ മോശമില്ലേ എന്നാ പിന്നെ കഥഹുല്ല. ഒരാക്കിൻ എന്തപ്പോൾ ഹുക്കുമു, പിന്നെ ഇവിടെ ഹുക്കുമ ഇല്ലാതെ വജൂദിൽ മാനി, എന്തോ ഒരു മാനി ഇവിടെ ഉണ്ടായി, ആ മാനിയ ഉണ്ടായത് കൊണ്ടാണ് ഹുക്കും ഇവിടെ ഇല്ലാതെയായത്. ഇതല്ലാത്തതും ഷാഹിൽപ്പെട്ടതാ. ഇവിടെ കൊണ്ട് വായിക്കണം. ബി മഫ്സദത്തും വൈരിഹ എന്ന് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറുഹ, അപ്പൊ അവർക്ക് ഹാന്നുള്ള നമീർ ആ വൈറുൽ മദ്കൂറാത്തി, പറയപ്പെട്ടതല്ലാത്തതും എന്നായി.
ഏതുപോലെയൊക്കെ തഖ്സീസുൽ ഇല്ലത്തി ഇല്ലത്തിനെ പ്രത്യേകമാക്കും പോലെ ഫയംതനിഉ അപ്പോൾ മുബ്തദിയാണ് ഇല്ലത്താക്കല് ഇഖാദഖത്തഖല്ലുഹു പിന്തൽ മോശമാണോ നംതനി ആണ് ഇല്ല ഫല ഇല്ലെങ്കിൽ ഇല്ല. ഇവിടെ ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് ജവാബുഹു ഇവിടെ തഖല്ലുഫ് ഉണ്ടെന്നല്ലേ, ആ തഖല്ലുഫ് ഖാദിഹാണ് താൻ എന്ന അഭിപ്രായ പ്രകാരം തഖല്ലുഫിന്റെ മറുപടി മൻഉ വുജൂദിൽ ഇല്ലത്തി ബിമാ ഉത്രിദ ബിഹി ഏതൊന്നുകൊണ്ടാണോ എതിർക്കപ്പെട്ടതെങ്കിൽ അതിൽ ഇല്ലത്ത് ഉണ്ട് എന്നുള്ളത് മൻ ആണ്, അത് മൻ അയ്യ ഇല്ലത്തുണ്ട് എന്നല്ല അത് മൻ ആണ് ചെയ്തു. അല്ലെങ്കിൽ മൻ ഇന്തിഫാൽ ഉഖ്മി അന്താലിക്ക അതിനെയും തൊട്ട് ഉഖ്മ ഇല്ല ഇല്ല എന്നുള്ളത് മന്നിയ ഇല്ല എന്ന് പറഞ്ഞ ശരിയല്ല, ഇങ്ങനെ മൻ അയ്യ ഇല്ലം യകുൻ ഇന്തിഫാഹു ആ ഹുക്കം ഇല്ലാതിരിക്കുക എന്നുള്ളത് മദ്ഹബൽ മുസ്തദില്ലി ലക്ഷ്യം സ്ഥാപിക്കുന്ന അവിടെ മദ്ഹബ് ആയിട്ടില്ലെങ്കിലാ ഹുക്കം ഇല്ലാതിരിക്കല മദ്ഹബ് എങ്കിലോ ഇല്ല മദ്ഹബ് അങ്ങനെയാണെങ്കിലോ പദായത്തൽ ജവാബ് മൻഇഹി നമ്മുടെ തഖല്ലുഫിന്റെ മറുപടി മൻ ആണെന്നുകൊണ്ട് വരാൻ പറ്റുകയില്ല. അപ്പൊ ഇവിടെ വുജൂദുൽ ഇല്ലത്ത് മൻ ആക്കുന്ന രീതി ഫർഇല് എങ്ങനെ മുഅ്തരിദ് വാദിച്ച ഫർഇല് എന്ത് വുജൂദുൽ ഇല്ലത്തി ഫീഹി ബിദൂൻ ഹുക്മി ഹുക്മില്ലാതെ അതിൽ ഇല്ലത്തുണ്ടെന്ന് മുഅ്തരിദ് വാദിക്കുന്നു. അതെങ്ങനെ മുഅ്തരിദ് പറയുക ലക്ഷ്യം പിടിക്കുന്ന ആളോട് നീ റിബക്ക് ഇല്ലത്താക്കിയത് ബുറിൽ കയ്യിലാണ്, അത് ജിബ്സ് എന്ന് പറഞ്ഞതുകൊണ്ട് പൊളിക്കപ്പെടുന്നതാണ്. ജിബ്സ് എന്നതാണെങ്കിലോ തൂക്കപ്പെടുന്നതല്ല അളക്കപ്പെടുന്നതാണ്, അത് റിബവിയും അല്ല ഇങ്ങനെ പറഞ്ഞ് പൊളിച്ചു മുഴത്തുന്നത്. അപ്പൊ മുസ്തദില് കൊടുക്കുന്നു മറുപടി ലാ നുസല്ലിമു അന്നൽ ജിബ്സ മക്കീൽ ഈ ജിബ്സ് എന്ന് പറയുന്ന സാധനം അളക്കപ്പെടുന്നതാന്ന് പറഞ്ഞ് സമ്മതിക്കൂല, അത് മൗസൂൻ തൂക്കപ്പെടുന്നതാണ് എന്ന മറുപടി കൊടുക്കുക. ഇങ്ങനെയൊക്കെ അതാണ് വുജൂദില്ലത്തിന് മൻഅയ്യ എന്ന് പറഞ്ഞത്. ഇനി ഹുക്മ ഇല്ല എന്ന് പറഞ്ഞല്ലോ, ഹുക്മ ഇല്ല എന്നതിന് മന്നയിൽ എങ്ങനെ, അതായത് ഇഅ്തിറാദ് നടത്തിയ ഒന്നിനെ തൊട്ട് ഹുക്മില്ല. ഉദാഹരണം ഇഅ്തിറാദ് നടത്തുന്ന എതിർക്കുന്ന ആൾ പറയാ ലക്ഷ്യം സ്ഥാപിക്കുന്ന ആളോട് താങ്കൾ പലിശ ആറാമാക്കുന്ന ഇല്ലത്താക്കിയത് കാരക്കയില് വസ്ന് തൂക്കമാണ്, തൂക്കമുള്ളത് കൊണ്ട് തമ്രിൽ എന്താണ് പലിശ ഉണ്ടെന്ന്. അപ്പൊ താങ്കൾ പറയുന്നത് മൻകൂദ് അത് പൊളിക്കപ്പെടും എന്ത് തുഫായി ആപ്പിള് പൈനവും മൗസൂൻ ആപ്പിൾ എന്താണ് തൂക്കപ്പെടുന്ന വസ്തുവാ. നിങ്ങൾ തമ്രിൽ വസനാക്കുകയാണെങ്കിൽ ആപ്പിൾ അകത്തന്നെ വസനല്ലേ, ആപ്പിളാണെങ്കിലോ വൈറു റിബവിയൻ അത് റിബവിയല്ലോ, അപ്പൊ തമ്രിൽ വസന് വെച്ചു അപ്പൊ റിബവിയല്ല. ഈ രൂപത്തിൽ ഇത്രാത് വന്നാൽ പയ്യുജീബുൽ മുസ്തദില്ലു മുസ്തദില്ല അവനെ വെറുതെ വിടാൻ പാടില്ല, കൊടുക്കുന്നു മുസ്തദിൽ മറുപടി ബിഖൗലിഹി ബൽ ഹുവ റിബവിയ്യുൻ തുഫാഹ് റിബവിയാണ് വഖൗലുക ഇന്നഹു ഗൈറു റിബവിയ്യൻ നീ റിബവി അല്ല എന്നല്ലേ പറഞ്ഞത്, അത് മംനു ആണ് പറ്റില്ല. ഇദാ കാന സുബൂത്തുൽ ഹുക്മിൽ മദ്കൂർ ഹുവ റിബവിയ്യത്തു ബിതുഫാഹ് പറയപ്പെട്ട ഹുക്മ് സ്ഥിരപ്പെട്ടാൽ അത് ഏതാന്ന് ചോദിച്ചാല് ഹറാമാവുക തുഫായിൽ പലിശ എന്നുള്ളതാണ്. അത് സ്ഥിരപ്പെട്ടാൽ മദ്ഹബൽ മുസ്തദില്ലി മുസ്തദിലിന്റെ മദ്ഹബായിട്ട് സ്ഥിരപ്പെട്ടാൽ മംനുആണ്. നേരെ മറിച്ച് എവന്റെ മദ്ഹബാ ഇഞ്ഞോന്റെ മദ്ഹബ് ഇന്തിഫാൽ മദ്കുർ തുഫാൻ തൊട്ട് പറയപ്പെട്ട ഹുക്മ ഇല്ല പലിശ അല്ല എന്നല്ലേ, അതാണ് ഇവന്റെ മദ്ഹബെങ്കിലോ നവലായത്താത്ത ജവാബ് മദ്കൂർ ഇവന്റെ പറയേണ്ട മറുപടി ഇല്ല, പിന്നെ ഞാൻ അവിടെ മറുപടി പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഖവാദിഹിനെ കുറിച്ച് ചർച്ച ചെയ്തത്. അൽഹംദുലില്ലാഹ് ഇതെടുക്കുവാനും പറയാനൊക്കെ തൗഫീഖ് നൽകിയ അള്ളാഹുവിന് 1000 സ്തുതികൾ. തൽക്കാലം ഇവിടെ വെച്ച് നിർത്തട്ടെ. ഇനി നമുക്ക് വഇൻദമൻ യറൽ മവാനിഅ എന്ന് തുടങ്ങുന്ന വിഷയമാണ്. അതെന്താണ് ചെയ്യേണ്ടത്? ഇന്നത്തെ പറയുന്നത് ഖവാദിന്റെ വാക്കി തന്നെ ഇനിയും പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് സവിസ്തരം നമുക്ക് പ്രതിപാദിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.